ഹലോ, വെൽക്കം ടു വേവ് ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 5 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 8th ചാപ്റ്റർ ആണ്. നാടറിയാം എന്നതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ കേരളത്തിനെ കുറിച്ചിട്ടും കേരളത്തിൽ വരുന്ന ഭൂപ്രകൃതിയെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ട് നോക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു കവിതയുടെ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കേരളത്തെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ ഒരു കവിതാഭാഗം. മാതൃവന്ദനം എന്ന് പറയുന്നതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പച്ചയാം വിരിപ്പിട്ട സഖ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നീ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മയും. അപ്പോ വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃവന്ദനത്തിൽ നിന്നാണ് ഈ എടുത്തിട്ടുള്ളത് ഈ പറയുന്ന കുറച്ച് കവിതയുടെ വരികൾ എന്ന് പറയുന്നത്. കേരളത്തിന്റെ മനോഹാരിത വർണ്ണിക്കുന്നതാണ് ഈ വരികൾ. അപ്പൊ ആ ഒരു വരികൾ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കാം. അപ്പൊ ഇവിടെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറയുന്നത്. കേരളം എത്രമാത്രം വൈവിധ്യമുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്തും അതിന്റെ ചുറ്റുമുള്ള എല്ലാ ഭൂപ്രകൃതികളും അല്ലെങ്കിൽ ചുറ്റുമുള്ള പല കാര്യങ്ങൾ, അതായത് ഏത് പഞ്ചായത്തിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റുഡന്റ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാലേ. അതായത് ഇപ്പോ നമ്മുടെ നാട്ടിലെ കൃഷിയായാലും മറ്റു തൊഴിലുകളും ഒക്കെ അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും അതിന് അടിസ്ഥാനമായി നമുക്ക് പറയാവുന്ന സൂചകങ്ങള്? കാലാവസ്ഥ, ജലാശയങ്ങള്, നിരപ്പായ പ്രദേശങ്ങള്, മലയോര പ്രദേശങ്ങള്, മണ്ണിന്റെ വളക്കൂറ്, ഗതാഗതം, വ്യവസായം, ഇതൊക്കെ ആ ഒരു നാട്ടിലുള്ള കൃഷിയും മറ്റു തൊഴിലുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ ഘടകങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ ഒരു ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ മൂന്ന് കാര്യങ്ങളായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലെ. അപ്പോ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്? തീരപ്രദേശമാണ്. പിന്നെ നടുക്കുള്ള ഒരു റെഡ് കളർ എന്ന് പറയുന്നത് എന്താണ്? ഇടനാടാണ്. ഇവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് മലനാട് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ സൂചികയിൽ അതിൽ വ്യത്യസ്തമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതെന്തോ ഒരു തെറ്റ് പറ്റിയിരിക്കുന്നതാണ്. ജസ്റ്റ് കാര്യം മനസ്സിലാക്കി വെക്കാം. ഈ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് മലനാട് എന്ന് പറയുന്നത്. റെഡ് കളർ വരുന്നത് ഇടനാടാണ്. ബ്ലൂ കളർ വരുന്നത് തീരപ്രദേശമാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിൽ വരുന്നതാണ് മലനാട്. ഓക്കെ ആണല്ലോ. അതായത് ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ടല്ലോ, 75 മീറ്ററിനും 7.5 മീറ്ററിനും ഇടയിൽ വരുന്നതിനെയാണ് നമ്മൾ ഇടനാട് എന്ന് പറയുന്നത്. തീരപ്രദേശം എന്ന് പറയുമ്പോൾ 7.5 മീറ്ററിൽ താഴെ. ഓക്കെ ആണല്ലോ. ഇവിടെ സൂചികയിലെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ്. പക്ഷെ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇങ്ങനെ തന്നെ അക്യുറേറ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റ് പറ്റും. അപ്പൊ ശ്രദ്ധിക്കുക. ഈ ഗ്രീൻ കളർ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നതാണ് മലനാട് എന്ന് പറയുന്നത്. റെഡ് കളർ കൊടുത്തിരിക്കുന്നത് ഇടനാടാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അവിടെ ഒരു തെറ്റ് വന്നിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്? കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിന്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം നമ്മൾ പറഞ്ഞു. അതായത് എന്താണ്? തീരപ്രദേശം ആകുമ്പോൾ 7.5 മീറ്ററിന് താഴെയാണ്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ വരുന്നതാണ് ഇടനാട്. 75 മീറ്ററിന് മുകളിൽ വരുന്നതാണ് മലനാട്. പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തീരപ്രദേശമാണ്. വേണമെങ്കിൽ നമുക്ക് ചിത്രത്തിലൂടെ ഒന്നും കൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇനി തമിഴ്നാട്, കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഏത് ഭാഗത്താണ്? മലനാടാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ കാര്യങ്ങളെ കുറിച്ചും പഠിക്കാൻ പോവാണ്. അപ്പോ മലനാടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. അപ്പൊ എത്രയാണ് ഹൈറ്റ് വരുന്നത്? ഈ ഹൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏകദേശം 75 മീറ്ററിന് മുകളിലായിട്ടാണ് ഈ മലനാട് വരുന്നത്. ഇവിടെ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാപവുമായ പ്രദേശമാണ് മലനാട്. നമുക്കറിയാം കേരളത്തിലെ മൊത്തം എത്ര നദികളാണ് വരുന്നത്? 44 നദികളാണ്. ഈ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അഥവാ മലനാടിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തതാണ് ഇടനാട് എന്ന് പറയുന്നത്. അതായത് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ ഒരു പ്രദേശത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലായിട്ട് ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് വരുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ഏരിയ ആണ്. മലനാടിനെയും തീരപ്രദേശത്തിന്റെയും നടുക്കാണ് നമ്മുടെ ഇടനാട് വരുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെറിയ കുന്നുകളും താഴ്വരകളും ഒക്കെയാണുള്ളത്. അടുത്തതാണ് തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം വരുന്നത്. അപ്പോ ഇതിന്റെ
ഭൂപ്രകൃതിയുടെ ഭൂപടം നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ ഭൂപടം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 14 ജില്ലകളെ കുറിച്ചിട്ടും അതിന്റെ അതിരുകളെ കുറിച്ചിട്ടൊക്കെ നമ്മളിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം മഴ ലഭിക്കുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇവിടെ രണ്ട് മഴക്കാലങ്ങളാണുള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം എന്ന് പറയുന്നത്. എന്താണ് വരുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം. രണ്ടാമത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇവിടെ ലഭിക്കുന്ന മെയിൻ ആയിട്ട് ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂരിഭാഗം മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് ഒക്കെ ആകുമ്പോൾ എന്താണ്, മാർച്ച് മുതൽ മെയ് വരെ നല്ല വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പൊ ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുന്നു. ആ ചൂടിന്റെ ഇടയ്ക്ക് ചിലപ്പോ ഒക്കെ വേനൽക്കാലത്ത് ഇടയ്ക്ക് എത്തുന്ന മഴയൊക്കെ ഈ ചൂടിന്റെ തീവ്രത കുറയ്ക്കാറുണ്ട്. നമുക്ക് എന്തായാലും മൺസൂണിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് മൺസൂൺ കാലഘട്ടങ്ങളാണ് കേരളത്തിൽ വരുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം വരുന്നുണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലെ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിലെ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. അപ്പൊ ഏത് കാലഘട്ടത്തിലാണ്? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലെ, അതായത് നമുക്ക് സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നല്ല മഴ ഉണ്ടാവാറില്ലേ? ആ ഒരു കാലഘട്ടത്തിലാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ അനുഭവപ്പെടുന്നത്. അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്, അഥവാ അപ്പോ കാലവർഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോ നമുക്കറിയാം, ഇന്ത്യൻ സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്താണ്. അപ്പോൾ ഈ ഇന്ത്യൻ സമുദ്രത്തിലെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നാണ് വീശുന്നത്. അപ്പോ ഈ കാറ്റ് വീശുമ്പോൾ സമുദ്രത്തിൽ നിന്നാണ് ഇത് വീശുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാറ്റിൽ ഈർപ്പത്തിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും. അഥവാ ഈ കാറ്റ് എന്താണ്, ഈർപ്പവാഹിനികളായാണ് വരുന്നത്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട നിരകൾ തടഞ്ഞു നിർത്തുന്നു. നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ ഫലമായിട്ടാണ് കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിലെ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ ഈ ഒരു മഴക്കാലത്തെ കാലവർഷം എന്നും അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എന്താണ്, മൺസൂൺ കാറ്റുകള് നേർ വിപരീത ദിശയില് വടക്ക് കിഴക്ക് നിന്നും വീശും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ ദിശയില് കരയിലേക്ക് വീശും, അപ്പോഴുണ്ടാവുന്നതാണ് ഈ കാലവർഷം എന്ന് പറഞ്ഞു. ഒക്ടോബർ നവംബർ മാസങ്ങളിലെ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നും അറിയപ്പെടുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ കുറിച്ചിട്ടാണ്. ഇനി പറയാൻ പോകുന്നത് വടക്ക് കിഴക്ക് നിന്ന് വീശുന്ന കാറ്റാണ്. സാധാരണ രീതിയിൽ ഈ വടക്ക് കിഴക്ക് നിന്ന് വീശുന്നത് നല്ല ചൂടുള്ള കാറ്റാണ്. അതായത് ഈർപ്പത്തിന്റെ കണ്ടന്റ് ആ ഒരു കാറ്റിലില്ല, കരയിൽ നിന്നാണ് ആ കാറ്റ് വീശുന്നത്. പക്ഷെ ബംഗാൾ ഉൾക്കടലിന്റെ സൈഡിൽ കൂടെ, അതായത് ആ ഒരു ഭാഗം അതിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയും അങ്ങനെയാണ് ഇന്ത്യയുടെ തെക്ക് സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും അത് മഴ ലഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ തമിഴ്നാട്ടിലൊക്കെയാണ്. കേരളത്തിലും ചെറിയ തോതിലൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു മഴക്കാലത്തിനെയാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അടുത്തതാണ് കേരളത്തിലെ മണ്ണ്. അതായത് ഇവിടെ ഒരു ചെറിയ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ജീവജാലത്തിന്റെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മണ്ണെന്ന് പറയുന്നത്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളും ഇല്ല. അപ്പൊ ഒരു ജീവജാലം എങ്ങനെയാണ് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ വ്യക്തമാവുന്നതാണ് ഈ വരികളിലൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണെന്ന് പറയുന്നത്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകും. ഒരു ഇഞ്ച് കനത്തിലെ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് നമുക്ക് ഇവിടെ ചെറിയൊരു PSCയിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് പറയുന്ന പുസ്തകം ആരെഴുതിയതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു
ടെക്സ്റ്റ് ബുക്കിന് കിട്ടും. ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ് എന്നും കൂടെ മനസ്സിലാക്കാം. എന്താണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ആരുടെ പുസ്തകമാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മണ്ണിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കേരളത്തിലെ മെയിൻ ആയിട്ട് ചെങ്കൽ മണ്ണ് വരുന്നുണ്ട്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ മെയിൻ ആയി കാണുന്ന പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവ ചില പ്രദേശങ്ങളിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇവിടെയുള്ള മണ്ണിന്റെ അതിന്റെ തനതായ രൂപത്തെ നശിപ്പിക്കുന്നത്? മണ്ണിലിടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങള്, രാസവള കീടനാശിനി പ്രയോഗം, അശാസ്ത്രീയമായ ഖനന പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ ഇതിന്റെ തനതായ ഘടനയെ നശിപ്പിക്കുന്നവയാണ്. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മണ്ണ് സംരക്ഷിക്കാൻ സാധിക്കുന്നത്? കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്നത് വഴി, അതുപോലെ തന്നെ തട്ടുകൃഷി ചെയ്യുന്നത് വഴി, കയർ ഭൂവസ്ത്രങ്ങൾ ചെയ്യുന്നത് വഴി, കല്ലുകയ്യാലകൾ വഴി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഈ പറയുന്നതായ മണ്ണിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. എന്നാണ് ലോക മണ്ണ് സംരക്ഷണ ദിനം? ഡിസംബർ 5 ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 5 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കേരളത്തിലെ ജലസ്രോതസ്സുകളെ കുറിച്ച് പറയാണ്. കിഴക്ക് സഹ്യപർവ്വതം മുതലേ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായി നിലകൊള്ളുന്ന ഒരു ഭൂപ്രകൃതിയാണ് കേരളത്തിന്റേതെന്ന് പറയുന്നത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നുണ്ട്. അപ്പോ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ എത്ര നദികളാണ് വരുന്നത്? 44 നദികളാണ് വരുന്നത്. ഈ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിലെ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. നമുക്ക് 2 മൺസൂൺ കാലം ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം വരുന്നുണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം വരുന്നുണ്ട്. അങ്ങനെ 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുന്നുണ്ടെങ്കിലും മഴക്കാലം കഴിയുന്നതിനോടെ ഈ പറയുന്ന പല ജലാശയങ്ങളിലെയും ജലനിരപ്പ് കുറഞ്ഞു പോവുകയും വറ്റിപ്പോകുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ലോകത്തെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ട് വരുന്നുള്ളൂ. ആ അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ചിത്രങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് എത്രമാത്രം പൊല്യൂഷൻസ് നടക്കുന്നുണ്ട്, വാട്ടർ പൊല്യൂഷൻ എത്രമാത്രം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ഇതാണ്. നമ്മൾ ഇവിടെ കുറച്ച് പദ്ധതികളും അത് നിർവഹണം വരുന്ന വകുപ്പുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് ഹരിത കേരളം മിഷന്റെ ഒരു പദ്ധതിയാണ്. മാലിന്യമുക്ത നവകേരളം, തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയിൽ വരുന്നതാണ്. ജലജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അപ്പൊ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടേബിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇനി കേരളത്തിന്റെ വിളവൈവിധ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മള് കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തില് 3ആയി തരംതിരിക്കാം എന്ന് പറയുകയുണ്ടായി. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ. അപ്പൊ ഈ ഒരു കാര്യങ്ങളും ഈ കൃഷിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് വരുന്ന കാര്യമായിരിക്കും അല്ലെ. അതായത് നമ്മുടെ മലനാട്ടിൽ കൃഷി ചെയ്യുന്ന അതേ വിഭവങ്ങളും വിളവൈവിധ്യങ്ങളും തന്നെയായിരിക്കും ഇടനാടിലും തീരപ്രദേശത്തും കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും കൃഷിയെ സ്വാധീനിക്കുന്നതാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാറ്, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിലെ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. ഓക്കെ ആണല്ലോ. അപ്പോ നമ്മൾ ഭൂപ്രകൃതി അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ മലനാട്ടിലെ കൂടുതലായിട്ട് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകളാണ്. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാണ്. അപ്പൊ ഈ 3 ഇതിൽ പറഞ്ഞതില് ഭൂപ്രകൃതി വിഭാഗങ്ങൾ പറഞ്ഞതില് ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം വരുന്നത് ഇടനാട്ടിലാണ് എന്ന് മനസ്സിലാക്കാം. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങു വർഗ്ഗങ്ങളോടൊപ്പം വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമായി ചെയ്യുന്നത് എവിടെയാണ്? ഇടനാട്ടിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ആ ഒരു പോയിന്റും കൂടി ശ്രദ്ധിച്ചു വെക്കുക. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി തീരപ്രദേശത്താണെന്ന് പറഞ്ഞു. തീരപ്രദേശത്ത് എക്കൽ മണ്ണിന്റെ സാന്നിധ്യമായിരിക്കുമല്ലോ കൂടുതൽ. അവിടെ കൂടുതലായിട്ടും നെൽകൃഷി, തെങ്ങ് കൃഷിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. നെൽകൃഷിക്ക് അനുയോജ്യമാണ്. അതുപോലെ തന്നെ തെങ്ങും സമൃദ്ധമായി വളരുന്നതിന് അവിടുത്തെ മണ്ണ് സഹായകമാണ്. അതുപോലെ കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഭൂപ്രകൃതിയും അത് സംബന്ധിച്ചു വരുന്ന അവിടെ അനുബന്ധിച്ചു വരുന്ന അവിടുത്തെ കൃഷി രീതികളെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ നമ്മുടെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളുടെ ഇവിടുത്തെ കുറെ അധികം ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഓണമായാലും ഒരു വിളവെടുപ്പ്, അതുപോലെ മറ്റു പല ഉദാഹരണങ്ങളും നമുക്ക് അതിന് പറയാവുന്നതാണ്. ഇനി നമ്മൾ തൊഴിൽ വൈവിധ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഭൂപ്രകൃതിയും
ഈ തൊഴിലിലും കാണുന്നുണ്ടായിരിക്കില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രദേശത്തെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളതെന്ന് പറയും. അതായത് ഇപ്പോ ഈ തേയില അങ്ങനെയുള്ള കൃഷികളൊക്കെ വരുന്നത് എവിടെയായിരിക്കും? മലനാട്ടിലായിരിക്കും. അതേസമയം ഈ പറയുന്നതായിട്ടുള്ള നെൽകൃഷി കൂടുതൽ എവിടെയായിരിക്കും? തീരപ്രദേശത്തായിരിക്കും. റബ്ബറൊക്കെ വരുന്നത് എവിടെയായിരിക്കും? ഇടനാട് പ്രദേശത്തായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ബേസിസിൽ നമുക്ക് തൊഴിൽ വൈവിധ്യങ്ങളിലും പറയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി കേരളവും പ്രകൃതി ദുരന്തങ്ങളും. നമ്മള് പല കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു. പൊല്യൂഷൻസിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ പലപ്പോഴും നമ്മുടെ പരിസ്ഥിതിയിൽ ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഒരു ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ചില മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കൂടാതെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ ഇടയായിട്ടുണ്ട്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. 2004 ഉണ്ടായ സുനാമി, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ 2019 ഉണ്ടായ കവളപ്പാറ ഉരുൾപൊട്ടലിന്റെ ചിത്രമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020 ഉണ്ടായ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഈ ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാക്കുന്ന ആഘാതങ്ങള് മനുഷ്യ ജീവിതത്തിനെ ആയാലും അതുപോലെ തന്നെ ചുറ്റുപാടുകളെയും പ്രകൃതിയെയും ഒക്കെ എത്രമാത്രം ദുരന്തം ഈ പറയുന്ന ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ സങ്കടം ഉളവാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഇതൊക്കെ നേരിടാൻ സാധിക്കാം? ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് 2018 പ്രളയം. ആ പ്രളയത്തെ കേരളം ഒറ്റക്കെട്ടായിട്ടാണ് അതിജീവിക്കുന്നത്. എങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള മനുഷ്യരും ഒരുമിച്ച് നിന്ന് എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് അതിന്റെ തീവ്രത വളരെ കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നൊരുക്കങ്ങൾ പറയുമ്പോൾ ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനമുണ്ട്, ദുരന്ത സമയത്ത് ചെയ്യുന്നതുണ്ട്, ദുരന്താനന്തര പ്രവർത്തനമുണ്ട്. അതായത് ഒരു ദുരന്തം വരുന്നതിന് മുൻപ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ വളരെയധികം ഉം, പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് അവിടെയുള്ള ജനവാസ മേഖലകളിലൊക്കെ മുന്നറിയിപ്പുകൾ നൽകുകയും അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനും സാധിക്കണം. ഇതൊക്കെയാണ് നമുക്കൊരു ദുരന്തം വരുന്നതിന് മുൻപ് ചെയ്യാൻ സാധിക്കുന്നത്. ദുരന്ത സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. അതുപോലെ ഈ ക്യാമ്പുകളിലെ ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഇനി ദുരന്തത്തിന് ശേഷം ദുരന്താനന്തര പ്രവർത്തനം എന്താണ്? ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ അതും കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് വരുന്നത്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഈ ഒരു ഇതിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താണ്? കേരളത്തിലെ ഭൂപ്രകൃതിയെ കുറിച്ചും തൊഴിൽ വൈവിധ്യങ്ങളെ കുറിച്ചും മണ്ണിനങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് ഒക്കെ അങ്ങനെ ശ്രദ്ധയോടെ തന്നെ മനസ്സിലാക്കുക, പഠിക്കുക. ഈ ഒരു പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു പാഠഭാഗത്തിലെ ഡിസ്കഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.